الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായി പറയുന്നത് കാണാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഭൂതഗണങ്ങളെയും മനുഷ്യവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിനുമല്ല ഞാൻ സൃഷ്ടിച്ചത്. വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ റിസ്ക് കൊടുക്കേണ്ട ബാധ്യത ഞാൻ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അതുപോലെ എനിക്ക് വേണ്ടി ഭക്ഷണ വിതരണം നടത്തുക, ഇതൊന്നും ഞാൻ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. എന്താണ് ഈ പറഞ്ഞത്? ഈ പ്രകൃതിയിൽ മനുഷ്യൻ എന്ന വസ്തു ഇല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യനുമില്ല. എന്നാൽ ഇവിടെ എത്ര ജീവജാലങ്ങളുടെ ഭക്ഷണം മുടങ്ങിപ്പോവും, എത്ര ജീവജാലങ്ങൾ കരയും മനുഷ്യനില്ലാത്തതിൻ്റെ പേരിൽ. ആരും കരയില്ല, ഒരു ഉറുമ്പ് പോലും കരയില്ല. ഒരു ജീവജാലങ്ങളുടെയും ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ പ്രകൃതി ഈ രൂപത്തിൽ സംവിധാനിച്ചതിൻ്റെ ഒരു ഘടകം, അതില്ലെങ്കിൽ പ്രകൃതി തകർന്നു പോകും എന്ന രൂപത്തിലുള്ള ഒരു ഘടകമേ അല്ല മനുഷ്യൻ. അത്തരം ഘടകങ്ങളുണ്ട്. സൂര്യനില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ എല്ലാം കരയും, പട്ടിണി അടക്കും, ജീവിക്കാൻ പ്രയാസപ്പെടും. ഈ രൂപത്തിലുള്ള ഒരു പ്രയാസം ഒന്നിനും സംഭവിക്കുകയില്ല മനുഷ്യനില്ലെങ്കിൽ. അപ്പോ റിസ്കിന്റെ ചുമതല അവനെ ഏൽപ്പിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചു പോയില്ലേ? ഞങ്ങളാണ് ഇവിടുത്തെ വലിയ ആൾക്കാര്. അന റബ്ബുക്കുമുൽ അഅല, ഞാൻ തന്നെയാണ് വലിയ റബ്ബ് എന്നൊക്കെ പറഞ്ഞ BC 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു കൂട്ടുമുന്നണി ഭരിച്ചിരുന്നു. ഒന്ന് ഫിർഔനാണ്, മറ്റൊന്ന് ഹാമാനാണ്, പിന്നെ അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്ത ഖാറൂൻ. ഇത് മൂന്നാളും കൂടിയാ ഭരിച്ചിരുന്നത്. ജനങ്ങളെ രണ്ടായി വിഭജിച്ചു. സവർണ വിഭാഗമുണ്ടായി. പീഡിപ്പിക്കപ്പെടുന്ന
അടിമവേല ചെയ്യിപ്പിച്ച ഇസ്രായേല്യർ എന്ന ഒരു വിഭാഗത്തെയും ഉണ്ടാക്കി. കൊടും പീഡനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പീഡിപ്പിച്ചുകൊണ്ട് ഫിർഔനും കാറൂനും ഹാമാനും കൂടി ഈജിപ്ത് ഭരിച്ചു. അവരില്ലെങ്കിൽ നൈൽ നദി ഒഴുകുകയില്ല, കൃഷിയൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാ വൽ അർദ്, ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. വമാ കാനൂ മുൻദരീൻ, അവർക്ക് യാതൊരു സാവകാശവും നൽകപ്പെട്ടിട്ടുമില്ല. അല്ലാഹ് തീരുമാനിച്ച സമയത്ത് അല്ലാഹ് അങ്ങ് കൊന്നുകളഞ്ഞു. അവർ മരിച്ചതിന്റെ പേരിൽ, കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഒരാൾ പോലും ആകാശമോ ഭൂമിയോ ഒന്നും തന്നെ കരഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്ര വലിയ സമ്പന്നന്മാരാണെന്നറിയോ? അഹങ്കാരിയായ ഫിർഔൻ, അവനാണ് ഭരിക്കുന്നത്. അവൻ എന്ത് കൽപ്പിച്ചാലും നടപ്പിൽ വരുത്തുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ആര്? ഹാമാൻ. ഹാമാൻ എന്ത് ഫിർഔൻ കൽപ്പിക്കുന്നു അത് ചെയ്തോളും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ് കാറൂന്. ഇന്ന കാറൂന മിൻ ഖൗമി മൂസ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. കാറൂൻ മൂസാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഫബഗാ അലൈഹിം, അവനും അതിക്രമം ചെയ്തു, ഫിറൗന്റെ കൂടെ കൂടിക്കൊടുത്തു. ഫിറൗന്റെ കുടുംബം കിബ്തികളാണ്. എന്നാൽ കാറൂന്റെ കുടുംബോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബമാകുന്ന ഇസ്രായേൽ വംശജനാണ്. അവിടെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നല്ലോണം പൈസ ഉണ്ട്. പൈസക്കാരെ അടിച്ചമർത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവനെ ഫിറൗനൊപ്പം കൂട്ടിയതാണ്. അവനും ഭരണത്തിലുണ്ട്. എന്നിട്ട് ആ കാറൂൻ, അവന്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ പറ്റി അല്ലാഹ് പറഞ്ഞത് വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂബു ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, ശക്തരായ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രമുള്ള നിക്ഷേപത്തിന്റെ താക്കോൽ കൂമ്പാരം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. കാറൂന്റെ താക്കോലെടുക്കാൻ തന്നെ, അവന്റെ നിക്ഷേപത്തിന്റെ ഭാരം ചുമക്കാൻ ശക്തമായ ഒരു സംഘം വന്നാൽ തന്നെ വലിയ പ്രയാസാണ് കൊണ്ടുപോകാൻ. എന്നിട്ടോ അവരെയൊക്കെ ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ട് ആരും കരഞ്ഞില്ല. അല്ലാഹു പറയുന്നു കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്ര തോട്ടങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്, എത്ര എത്ര അരുവികളാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, ഒട്ടനവധി കൃഷികൾ അവർ വിട്ടേച്ചു പോയി. മാന്യമായ ഒട്ടേറെ പാർപ്പിടങ്ങൾ അവർ വിട്ടേച്ചു പോയി. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആഹ്ലാദപൂർവം അവർ അനുഭവിച്ചിരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സൗഭാഗ്യങ്ങൾ, അതെല്ലാം അവർ വിട്ടേച്ചു പോയി. കദാലിക, അപ്രകാരമാണ് സംഭവിച്ചത്. വഔറസിനാഹാ ഖൗമൻ ആഖരീൻ, അതെല്ലാം എടുത്തിട്ട് വേറെ കുറെ ആളുകൾക്ക് നമ്മൾ അനന്തരായി കൊടുത്തു. ഇവരങ്ങ് പോയപ്പോ ആ സമ്പത്തൊക്കെ അല്ലാഹു തആല പരീക്ഷണാർത്ഥം വേറെ ആളുകൾക്ക് കൊടുത്തു. ഭൂമിക്കോ പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യനല്ലാത്ത മറ്റ് വസ്തുക്കൾ, ആ വസ്തുക്കൾ അവയുടെ തോന്നിയതുപോലെ ചെയ്യുകയാണെങ്കിൽ, സൂര്യൻ തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു അധികാരം സൂര്യൻ അങ്ങ് കൊടുത്തു. മഴയ്ക്ക് തോന്നിയതുപോലെ, മനുഷ്യൻ എങ്ങനെയാണല്ലോ, തോന്നിയ ചെയ്യുന്ന ആളാണല്ലോ. മനുഷ്യന്റെ ഈ പ്രകൃതി വസ്തുക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രകൃതി നിലനിൽക്കൂല. മറിച്ച് നിർബന്ധപൂർവം അല്ലാഹുവിന്റെ ആജ്ഞ അംഗീകരിക്കണം. ഒരു യാന്ത്രികമായി പ്രവർത്തിക്കണം. സൂര്യനും മഴയും വെള്ളവും വെളിച്ചവും ഒക്കെ യാന്ത്രികമായി പ്രവർത്തിക്കണം. എല്ലാ ഗോളങ്ങളും അല്ലാഹ് എങ്ങനെയാണോ കണക്കാക്കിയത് അതുപോലെ, ഇല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയ വസ്തുക്കൾക്കൊന്നും അവയുടെ പ്രവർത്തനത്തിന് കൂലിയില്ല. സൂര്യൻ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ സൂര്യൻ എടുത്ത് സ്വർഗത്തിലിടുക. സൂര്യാഘാതം കൊണ്ട് കുറച്ച് ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ടല്ലോ, എന്നാ സൂര്യൻ ഒന്ന് ശിക്ഷിക്കുക? ഇല്ല. ഒരുപാട് ആളുകൾ കുടിച്ചതല്ലേ വെള്ളം, അതുകൊണ്ട് സ്വർഗത്തിലാക്കുക വെള്ളത്തിനെ, നല്ല കാര്യമല്ലേ ചെയ്തത്? ഇല്ല.
എന്തുകൊണ്ടില്ല? അവയൊന്നും തന്നെ അത്തരം ധർമ്മങ്ങൾ നിർവഹിച്ചത് അവയ്ക്ക് അള്ളാഹു കൊടുത്ത സ്വതന്ത്ര പ്രകൃതത്തിലല്ല, നിർബന്ധിത അവസ്ഥയിലാണ്, യാന്ത്രികമായാണ് അവർ ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യനെ അല്ലാഹു തആല ഒരു സ്വതന്ത്ര ചിന്ത നൽകിക്കൊണ്ടാണ്, അതവന്റെ പ്രകൃതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനിക്ക് അള്ളാഹിനെ വഴിപ്പെടുകയും ചെയ്യാം, ധിക്കരിക്കുകയും ചെയ്യാം, നല്ലത് വിശ്വസിക്കാം, ചീത്തയും വിശ്വസിക്കാം. ഈ ഒരു പ്രകൃതം മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തു. അതാണ് പരീക്ഷണത്തിന്റെ മർമ്മം. അപ്പോൾ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നല്ലത് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് വലിയ പ്രതിഫലം, സ്വർഗം. ഇനി അതെല്ലാം മറിച്ചാണെങ്കിലോ വലിയ ശിക്ഷയും നരകവും. ഈ ഒരു പ്രകൃതം ഞാൻ മനുഷ്യന് കൊടുത്തു എന്നാണ് ഈ പറഞ്ഞത്. അതായത് വഴിപ്പെടാനും വഴിപ്പെടാതിരിക്കാനുമുള്ള, ധിക്കരിക്കാനുമുള്ള ഒരു പ്രകൃതം കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാ പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രമല്ലല്ലോ പറയേണ്ടത്, ലാലിയഅ്ബുദൂൻ എന്ന് മാത്രമല്ലല്ലോ പറയേണ്ടത്. പിന്നെ ധിക്കരിക്കാനുള്ള അതിന്റെ മറുവശവും കൂടി പറയണ്ടേ? പക്ഷെ അള്ളാഹു പറഞ്ഞില്ല. എന്തേ കാരണം? ധിക്കാരത്തിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടെങ്കിലും അള്ളാഹ്ക്ക് അത് പൊരുത്തല്ല. അള്ളാഹുവിന് ഇഷ്ടം അവനെ ഇബാദത്ത് ചെയ്ത് മനുഷ്യൻ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഈ ആയത്തിന്റെ അർത്ഥം എന്നെ ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പൊൽക്കുക, ഇതുപോലുള്ള കുറച്ച് കർമ്മങ്ങളും ചെയ്തിട്ട് അവിടെ ഇരിക്കുക, അതിനു വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ച്, വേറെ പണിയൊന്നും മനുഷ്യൻ എടുക്കേണ്ടതില്ല, പൂർണ്ണമായി ദുനിയാവിനെയൊക്കെ ബഹിഷ്കരിച്ച് വെറും ഒരു ഇബാദത്തും കൊണ്ടങ്ങ് കൂടുക, കുറച്ച് കർമ്മങ്ങളും കൊണ്ട് അതിനുണ്ടാക്കിയതാണ് മനുഷ്യനെ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ദുരന്ത ഫലം ഈ സമുദായമൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. മറ്റ് മേഖലകളിൽ നിന്നെല്ലാം ഈ സമുദായത്തെ അടർത്തിയെടുക്കാൻ അത്തരം ആളുകൾക്ക് സാധിച്ചിട്ടുമുണ്ട് ഒരളവോളം. അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതം എന്താണെന്ന് പറഞ്ഞതാ, മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പറഞ്ഞതാ. മറ്റ് വസ്തുക്കൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന്. അവന്റെ വ്യതിരക്തത എന്താണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അതാണ് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പൊ ഐഹികമായ വിരക്തി എന്നതിലുപരി അതിനെ ഒരു മോശമായി അവതരിപ്പിച്ചിട്ട് അത് മനുഷ്യന്റെ ലക്ഷ്യമേ അല്ല, അതിനവൻ പ്രവർത്തിക്കരുത് എന്ന രൂപത്തിൽ പറഞ്ഞ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നത് പോലും തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുണ്ട്. തസവുഫിന്റെ ഭാഗത്തൊക്കെ ഇറങ്ങിപ്പോയാൽ നമുക്കതാണ് കാണാൻ കഴിയുക. വിശുദ്ധ ഖുർആനിൽ 70-ൽ പരം സ്ഥലങ്ങളിൽ നിങ്ങൾ ചെലവാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. സക്കാത്ത് കൊടുക്കണം, ചെലവാക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, ഇൻഫാഖിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വല്ലാത്ത പ്രോത്സാഹന. എന്നാ പിന്നെ പൈസ ഉണ്ടാക്കാതെ എങ്ങനെ ചെലവാക്കുക? പൈസ ഉണ്ടാക്കാതെ ചെലവാക്കാൻ പറ്റുമോ? ചെലവാക്കുന്നത് പ്രോത്സാഹനാർഹമാണെങ്കിൽ പൈസ ഉണ്ടാക്കുന്നതും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് അത് പ്രോത്സാഹനാർഹമാണ്. അല്ലാതെ ചെലവാക്കാൻ പറ്റൂലല്ലോ. പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? മദ്രസ നടത്താൻ പറ്റുമോ? എന്തെങ്കിലും നടത്താൻ പറ്റുമോ പൈസ ഇല്ലെങ്കിൽ? അപ്പോൾ ആ രൂപത്തിൽ ഇൻഫാഖിനെ, ധനസമ്പാദനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ ചിന്തിച്ചു പോകരുത്. ഇബാദത്ത് എന്ന് പറഞ്ഞതിനെ പരിമിതമായി കർമ്മങ്ങളിൽ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് അത് മാത്രമാണ് മനുഷ്യന്റെ പണി എന്ന രൂപത്തിലായി പോകരുത്. റസൂലുള്ളാഹി ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ, സത്യനിഷേധത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. ദാരിദ്ര്യം പിടിച്ചു വാങ്ങാനുള്ളതല്ല, കാവല് ചോദിക്കുകയും ദാരിദ്ര്യം അകറ്റാൻ വേണ്ടി നിരന്തരമായി പണിയെടുക്കുകയും ചെയ്യൽ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി മുഖേന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി ഇവിടെ ജീവിക്കാൻ, അഥവാ അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളാകാൻ എല്ലാ മേഖലകളിലും അള്ളാഹു കൽപ്പിച്ചതെന്താണോ അത് ചെയ്യാം, അള്ളാഹു വിരോധിച്ചതെന്താണോ അത് ഉപേക്ഷിക്കുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിന് നല്ല കഴിവ് വേണം.
അതിനാണ് അല്ലാഹു തആല കർമ്മങ്ങളാകുന്ന ഇബാദത്തുകൾ നമുക്ക് പരിശീലിക്കാൻ വേണ്ടി തന്നത്. കൃത്യമായി നമസ്കാരം കൊണ്ട് നടന്നാൽ, കൃത്യമായി നോമ്പ് കൊണ്ട് നടന്നാൽ, ഇതുപോലുള്ള ഇബാദത്തുകൾ കൊണ്ട് നടന്നാൽ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും വരും. എന്താ കാരണം എന്നറിയോ? ഈ നമസ്കാരം എന്ന് പറയുന്നത് ഇബാദത്തല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനെക്കൊണ്ടില്ലല്ലോ. ദുനിയാവ് സമ്പാദിക്കലൊന്നും അതുകൊണ്ട് നടക്കൂലല്ലോ. നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നത് അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാത്രം. അതുകൊണ്ട് വേറെ ലാഭമൊന്നുമില്ല. ആഖിറത്തിൽ മാത്രമാണ് അതിന്റെ ലാഭം. ദുനിയാവിലെന്താ? നിസ്കരിച്ചുകൊണ്ട് ആ സമയത്ത് വേറെ പണിക്ക് പോയാല് ആ പൈസയും കൂടി കിട്ടൂലേ? അപ്പൊ നിസ്കരിക്കുന്നത് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമസ്കരിച്ചാൽ അള്ളാഹു എനിക്ക് കൂലി തരും. അങ്ങനെ നമസ്കരിച്ചാൽ അള്ളാഹു എനിക്ക് സ്വർഗം തരും. അള്ളാഹുവിന്റെ ആ കൽപ്പന ഒഴിവാക്കിയാൽ അവൻ എന്നെ ചോദ്യം ചെയ്യും, അവൻ എന്നെ ശിക്ഷിച്ചു കളയും. ഈ ഒരു വിശ്വാസത്തിലൂടെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് എന്ന കർമ്മം നിർവഹിക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ ശീലിച്ചു വന്നാൽ ആ മനുഷ്യൻ പിന്നെ അള്ളാഹ് വിലക്കിയ വേറെ പരിപാടികളൊന്നും ചെയ്യൂല. കളവ് പറയൂല, കക്കൂല, വഞ്ചിക്കൂല, ഈബത്ത് പറയൂല, തോന്നിവാസം ചെയ്യില്ല. എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അവൻ പരിശീലിക്കും. ആ രൂപത്തിൽ ജീവിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശാരീരികമായ കർമ്മം 5 നേരത്തെ നിസ്കാരമാണ്. ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കുന്നതിന്റെ തെളിവ് 5 നേരത്തെ നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ മറ്റേതാ ദിവസവും ചെയ്യുന്നത് ഒന്നുമില്ല. നോമ്പ് കൊല്ലത്തില്, സക്കാത്ത് വർഷത്തില്, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ, അങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഇസ്ലാമിന്റെ ചിഹ്നമായി തെളിഞ്ഞു കാണുന്നത് ഓരോ മഹല്ലിലും പള്ളിയും ബാങ്കും ഇക്കാമത്തും ഇമാമത്തും അങ്ങനെയുള്ള ഈ സംവിധാനം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാ റസൂലേ? അപ്പൊ റസൂല് പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ വബിറുൽ വാലിദൈനി സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്. സമയത്ത് നിസ്കരിക്കുക, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക, ഗുണം ചെയ്യാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാം. ഇതാണ് ആദ്യമായി ഒരു മനുഷ്യനെ മഹ്ശറയിൽ വെച്ച് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിന്റെ വിഷയമാണ്. ഇന്ന അവ്വലമാ യുഹാസബുന്നാസു ബിഹി യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്സലാ. ആദ്യം വിചാരണക്കെടുക്കുന്ന വിഷയം നമസ്കാരമാണ്. അതായത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, യഖൂലു റബ്ബുനാ ജല്ല വഅസ്സ ലിമലായികതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അല്ലാഹു തആല മഹ്ശറയിൽ വെച്ച് മലക്കുകളോട് പറയും, വഹുവ അഅലം, അള്ളാഹുവിനെ നന്നായി അറിയാം ഈ മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷേ വിചാരണ നടക്കുമ്പോൾ അതിന്റെ മട്ടത്തിൽ നടക്കണമല്ലോ. അള്ളാഹുവിന്റെ അറിവിന്റെ പുറമെ ഈ വ്യക്തിക്ക് കൂടി ബോധ്യപ്പെടണമല്ലോ. അല്ലാഹു തആല പറയും, ഉൻളുറൂ ഫീ സ്വലാത്തി അബ്ദി, എന്റെ ദാസന്റെ നമസ്കാരത്തിന്റെ കാര്യം ഒന്ന് നോക്ക്. ആദ്യ ഐക്യ നിസ്കാരത്തിന്റെ ഘട്ട അതമ്മഹ അം നഖസഹ, ആ നമസ്കാരം അവൻ പൂർത്തിയായി നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇതാണ് മഹ്ശറയിലെ ഒന്നാമത്തെ പരിശോധന. ഫഇൻ കാനത്ത് താമ്മത്തൻ കുതിബത്ത് ലഹു താമ്മ, നിസ്കാരം ക്ലിയറാണ്, പൂർണ്ണമാണെങ്കിൽ ആ മനുഷ്യൻ തന്നെ താമ്മാണ്, പരിപൂർണമാണ്. പിന്നുള്ളതൊക്കെ എളുപ്പാണ്. ഇനി നമസ്കാരത്തിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പറയും, ഉൻളുറു ഹല്ലി അബ്ദി മിൻ തതവ്വുഇൻ, സുന്നത്ത് നിസ്കാരമുണ്ടോ? ഓ നമസ്കരിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ ഫർളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോ മലക്കുകൾ അതും കൂടി പരിശോധിക്കുന്നു. വഇൻ കാന ലഹു തതവ്വുഉൻ, അവന് സുന്നത്ത് നമസ്കാരമുണ്ടെങ്കിൽ ഖാല, അല്ലാഹ് പറയും, അത്തിമ്മൂലി അബ്ദി ഫരീളതഹു മിൻ തതവ്വുഇഹി, അവന്റെ സുന്നത്ത് നമസ്കാരം എടുത്തിട്ട് ആ കുറവ് വന്ന ഫർളൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. സുമ്മ തൂഖദുൽ അഅമാലു അലാ ദാലികും, പിന്നിങ്ങനെയാണ് എല്ലാ അമലിന്റെ പരിശോധന. പിന്നെ നോമ്പെട് സക്കാത്തെടുത്ത് ഫർലായ സക്കാത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദക്കകൾ കൊണ്ട് പൂർത്തിയാക്കി, ഫർലായ നോമ്പിന് തകരാറ് വന്നെങ്കിൽ സുന്നത്ത് നോമ്പ് കൊണ്ട് പൂർത്തിയാക്കി. ഈ രൂപത്തിലുള്ള വിചാരണയാണ് മഹ്ശറയിൽ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്, വഹരിസു അലാ അദാഇഹാ ഫീ വഖ്തിഹാ മാ ജമാഅത്തിൽ മുസ്ലിമീൻ. അതുകൊണ്ട് ആ നമസ്കാരം
മുസ്ലിമീങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്ന സ്ഥലത്ത് പോയി നമസ്കരിച്ചിട്ട് ആ നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പൂർത്തിയാക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി അതാണ് നമ്മോട് പറയുന്നത്. അപ്പൊ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ച് നമസ്കാരം പൂർത്തിയാക്കുക, അതിന്റെ ഖുശൂഉം അതിന്റെ ശുറൂത്തുകളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് മഹ്ശറയിൽ നമ്മെ വിചാരണ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇബാദത്തിന്റെ കാര്യം ശരിയാക്കുക. അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയെങ്കിൽ ഈ 5 നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ നമസ്കാരം എണ്ണത്തിൽ കുറഞ്ഞ സുബഹി നമസ്കാരമാണ്. 2 റക്അത്തേ ഉള്ളൂ. അത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുക, ജമാഅത്തായിട്ട് നമസ്കരിക്കുക. ആ വിഷയത്തിൽ നമ്മുടെ മഹല്ല് വളരെ മുന്നിലാണ്. ഒരുപാട് ആളുകൾ സുബഹി ജമാഅത്തിന് വരുന്ന പള്ളിയാണിത്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടാകാം ഒരല്പം കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പരിഹരിക്കണം. എന്തുകൊണ്ട് എനിക്കിപ്പോൾ അതിന് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മളും അതിൽ പങ്കാളികളാകണം. കാരണം ഈ സുബഹി നമസ്കാരം കൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അവൻ അങ്ങോട്ടാ ബാക്കിയൊക്കെ. ആ സമയത്തിന്റെ ബറക്കത്ത് വേറൊരു സമയത്തിനും കിട്ടൂല. നമ്മൾ പള്ളിയിൽ വന്ന് സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന് പങ്കെടുത്ത് നമസ്കരിക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ കുറച്ച് ആളുകളെ കാണും, ഇമാമിനെയും കാണും. അതേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഈ പള്ളി നിറയെ ആളുണ്ട്. ആരാണ് ആ ആൾക്കാരെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. പകലത്തെ ഡ്യൂട്ടി ചെയ്യാൻ വന്ന മലക്കുകളും രാത്രിയുള്ള ഡ്യൂട്ടി ചെയ്യാൻ വന്ന മലക്കുകളും സംഗമിക്കുന്ന നമസ്കാരമാണത്. ആ മലക്കുകൾ അള്ളാഹുവിങ്കലേക്ക് ഉയർന്നു പോയിട്ട് അള്ളാഹ് ചോദിക്കും, നിങ്ങൾ എന്റെ അടിമകളെ ഏത് രൂപത്തിലാണ് കണ്ടതെന്ന്. അവര് പറയും, ഞങ്ങൾ ചൊല്ലുമ്പോൾ അവർ നമസ്കാരത്തിലാണ്, ഞങ്ങളിങ്ങ് വരുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്. ഓരോ മലക്കുകൾക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ചെല്ലുമ്പോ നമസ്കാരത്തിലാ, ഞങ്ങൾ വരുമ്പോ നമസ്കാരത്തിലാ, ഒരു നിസ്കാരത്തിൽ തന്നെയാണ്. അങ്ങനെയാ ഞങ്ങൾ അവരെ കാണുന്നത്. ആ നമസ്കാരമാണ് സുബഹി നമസ്കാരം. അതുപോലെ തന്നെ അസ്ർ നമസ്കാരവും അതോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞത് ഖുർആനുൽ ഫജ്രി ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദാ. ദീർഘനേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കപ്പെടുന്ന ഫജ്ർ നമസ്കാരം അതിന് മലക്കുകൾ സാക്ഷിയാണ് എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാന്ന. അള്ളാന്റെ ദിമ്മത്തിലാ, അള്ളാന്റെ ബാധ്യതയില, അള്ളാന്റെ നോട്ടത്തിലാണ് സുബഹി നമസ്കരിച്ച മനുഷ്യൻ. ഫലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈ. ആ സുബഹി നമസ്കരിച്ച മനുഷ്യനെ, ജമാഅത്തായിട്ട് പള്ളിയിൽ സുബഹി നമസ്കരിച്ച മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളെ അല്ലാഹു തആല പിടിക്കാതിരിക്കട്ടെ, വിചാരണ ചെയ്യാൻ ഇടവരുന്ന സംഭവങ്ങളില്ലാതിരിക്കട്ടെ. ആ മനുഷ്യനെ ചീത്ത പറഞ്ഞിട്ടോ ആ മനുഷ്യനെ വല്ല രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടോ നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ച എന്റെ ദാസനെ ബുദ്ധിമുട്ടിച്ചത് എന്ന് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ഫയുദ്രികഹു ഫയകുബ്ബഹു ഫീ നാരി ജഹന്നം. അങ്ങനെ ചോദിക്കേണ്ടി വന്നാൽ ആ ബുദ്ധിമുട്ടിച്ചവനെ നരകത്തിലിടുമെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. എന്തേ കാരണം? അവൻ സുബഹി നമസ്കരിച്ചു. ബാക്കിയുള്ള നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുബഹി നിസ്കാരത്തിന് എന്താ ഇത്രയും വലിയൊരു പ്രാധാന്യം?
അവൻ നല്ലൊരു ഉറക്കൊഴിവാക്കിയിട്ടാ വരുന്നത്. സുഖമായി, പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള സമയത്ത് ആ വിരിപ്പെന്നൊക്കെ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞത് നല്ലൊരു വരവ് തന്നെയാണ്. അതുമല്ല, ആ സമയത്ത് വേറെ ആവശ്യമൊന്നുമില്ല, നിസ്കരിക്കാൻ തന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത്. അതും കഴിഞ്ഞങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. സുബഹയും അസറും കൃത്യമായി ജമായത്തായിട്ട് നിസ്കരിച്ചാൽ തന്നെ നരകത്തുനിന്ന് കഴിച്ചലായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ. വേറെ നിസ്കാരം വേണ്ടെന്നല്ല. ലൻ യലിജന്നാറ അഹദുൻ സല്ലാ ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സുബഹിയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള അസറും നിസ്കരിച്ചാൽ ആ മനുഷ്യൻ നരകത്ത് കടക്കൂല. അത്രയും പ്രധാനപ്പെട്ട ഈ 2 നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കാൻ പരിശ്രമിക്കുക. നമ്മെ കൊണ്ട് പള്ളി നിറയട്ടെ, ഒരു പരാതിയും നമ്മുടെ കാര്യത്തിൽ ഇല്ലാതിരിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് യുവാക്കൾ, വിദ്യാർത്ഥികൾ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് പഠിച്ചാൽ എന്തൊരു ഉന്മേഷമാണ് മനസ്സിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ തന്നെ വിശേഷിപ്പിച്ച സ്ഥലങ്ങളായി, സമയമായി നമുക്കത് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം സ്വഹീഹായ ഹദീസിൽ. ഈ സുബഹി നമസ്കരിക്കുന്ന ആളുകൾ ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാനെ കാണുമെന്നാണ്. മഹ്ശറയിൽ, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണും. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു ദിവസം നല്ല 14-ാം രാവുള്ള ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട്, മരുഭൂമിയാണ്, മരങ്ങളൊന്നുമില്ല, ആ 14-ാം രാവിങ്ങനെ കാണുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ. നിങ്ങൾ ഈ 14-ാം രാവിലേക്ക് നോക്കുന്നത് പോലെ നിങ്ങൾക്ക് മഹ്ശറയിൽ അള്ളാഹുവിനെ കാണാം. അതായത് ലാ തുലാമൂന ലാ തുലാഹൂന, നിങ്ങൾ ഇതിനു വേണ്ടി തിക്കും തിരക്കും കൂടേണ്ടി വരികയില്ല. കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിട്ട് കാണാത്ത അവസ്ഥയില്ല. ഞാൻ കണ്ടു നീ കണ്ടില്ല എന്ന് തർക്കിക്കേണ്ടി വരുന്ന അവസ്ഥയില്ല. അതാണല്ലോ 14-ാം രാവിന്റെ അവസ്ഥ. ചന്ദ്രൻ അതിന്റെ ഉദയ സമയത്ത്, മാസം കാണുന്ന നേരത്ത് അങ്ങനത്തെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ കണ്ടിട്ടുണ്ട്, ഇവര് കണ്ടിട്ടില്ല. നേരെ മറിച്ച് 14-ാം രാവായാൽ അങ്ങനത്തെ തർക്കമൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും കാണാലോ. അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നതാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാണാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫൈനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ ഫഫ്അലൂ. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ, ഫസബ്ബിഹി ബിഹംദി റബ്ബിക ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ. അസ്തമിക്കുന്നതിന് മുമ്പ്, ഉദിക്കുന്നതിന് മുമ്പുള്ള ആ 2 നമസ്കാരങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുക. ബറക്കത്തുള്ള ജീവിതം നയിക്കുക, ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സിനെ, കൽബിനെ ഹയാത്താക്കുക. അങ്ങനെ സുബഹി നമസ്കാരം കൊണ്ട് നമ്മുടെ നാട് ബറക്കത്തുള്ളതാവുക. അപ്പോൾ ഇറങ്ങി വരുന്ന, തിരിച്ച് കയറി ചെല്ലുന്ന ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറുക, സ്വർഗാവകാശികളാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എന്തിനാണോ നമ്മെ സൃഷ്ടിച്ചത് ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമസ്കാരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമസ്കരിക്കുന്ന കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയമായി നമസ്കാരത്തെ കാണുകയും അത് കൃത്യമായി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അത്തരം മക്കളെ നൽകണേ റഹ്മാനെ. കുടുംബാംഗങ്ങളെ മുഴുവനും ആ രൂപത്തിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, എല്ലാവിധ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. നാട്ടിൽ സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയതിലെല്ലാം ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ.
നീ കണക്കാക്കിയ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.